വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആധുനിക ഇന്ത്യ ചരിത്രത്തിലെ യൂറോപ്യന്മാരുടെ ആഗമനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നാലാമത്തെ ക്ലാസ് ആണ്. ഇന്ന് ബ്രിട്ടീഷുകാർ വന്നതും അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. 1600 ഡിസംബർ 31 വേൾഡിലെ തന്നെ ആദ്യത്തെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി രൂപീകരിക്കുകയാണ്. ആ കമ്പനി രൂപീകരിച്ചപ്പോൾ ആ കമ്പനിക്ക് അന്ന് നൽകിയിരുന്ന പേര് ജോൺ കമ്പനി എന്നായിരുന്നു. പിന്നീടാണ് അത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന പേരില് ആയത്. 75 കച്ചവടക്കാർ ചേർന്ന് ലണ്ടനിൽ രൂപീകരിച്ചതാണ് ജോൺ കമ്പനി എന്ന് പറയുന്ന ആ കമ്പനി. ഇനി കമ്പനി രൂപീകരിക്കാൻ കാരണമായത് ഒരു കച്ചവട സംഘമാണ്. അതായത് 75 കച്ചവടക്കാർ ചേർന്നിട്ടുള്ള ഒരു നമുക്ക് സൊസൈറ്റിന്നോ യൂണിറ്റെന്നോ ഒക്കെ നമുക്ക് പറയാം. അതാണ് അതിന്റെ പേര്, ആ കച്ചവട സംഘത്തിന്റെ പേര് മെർച്ചന്റ് അഡ്വഞ്ചേഴ്സ് എന്നാണ്. അപ്പൊ മെർച്ചന്റ് അഡ്വഞ്ചേഴ്സ് എന്ന് പറയുന്ന സംഘമാണ് ജോൺ കമ്പനി അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന കമ്പനി രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള കച്ചവട സംഘം. 75 കച്ചവടക്കാരാണ് ആ സംഘത്തിൽ ഉണ്ടായത്. അങ്ങനെ ലോകത്തിലെ തന്നെ ആദ്യത്തെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയായ ജോൺ കമ്പനി അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടനിൽ രൂപീകരിക്കുകയാണ്. രൂപീകരിച്ച വർഷം 1600. ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ വ്യാപാരം നടത്തിയിരുന്ന ഇംഗ്ലീഷുകാരൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ മിൽഡർ ഫാൾ ആണ്. ജോൺ മിൽഡർ ഫാൾ എന്ന് പറയുന്ന വ്യക്തി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുമ്പ് തന്നെ ഇന്ത്യയില് വ്യാപാരം നടത്തിയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളില് വ്യാപാരത്തിന് അനുമതി നൽകിക്കൊണ്ട് ഒരു റോയൽ ചാർട്ടർ പുറപ്പെടുവിക്കുകയും ആ ചാർട്ടർ 15 വർഷത്തേക്ക് വ്യാപാരം നടത്താനായിട്ട് അനുമതി നൽകുകയും ചെയ്ത ഭരണാധികാരി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എലിസബത്ത് രാജ്ഞിയാണ്. അതായത് അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി ലണ്ടനിൽ രൂപീകരിച്ചു. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. അപ്പൊ ഈ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്ക് അന്നത്തെ ലണ്ടൻ ഭരണാധികാരിയായിരുന്ന എലിസബത്ത് രാജ്ഞി എന്താണ് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ വ്യാപാരത്തിന് അനുമതി നൽകി. അങ്ങനെ അനുമതി നൽകാനായിട്ട് ഒരു റോയൽ ചാർട്ടർ അവര് പുറപ്പെടുവിക്കുകയാണ്. ആ റോയൽ ചാർട്ടർ പ്രകാരം 15 വർഷത്തേക്കാണ് വ്യാപാരത്തിന് അനുമതി കൊടുത്തത്. അപ്പൊ ഈ കമ്പനിക്ക് 15 വർഷത്തേക്ക് അനുമതി കൊടുത്തത് ഇംഗ്ലണ്ടിന്റെ സുവർണ കാലഘട്ടം എന്ന് വിളിക്കുന്ന എലിസബത്ത് രാജ്ഞി ഭരിച്ചിരുന്ന ആ കാലഘട്ടത്തിലാണ്. അതിനുശേഷം ജെയിംസ് ഒന്നാമന്റെ കാലമായപ്പോ ചാർട്ടറിന്റെ കാലയളവ് അന്തിമമായിട്ട് നീട്ടിക്കൊടുത്തു. അന്തിമമായിട്ട് നീട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് വ്യാപാരം നടത്താം എന്ന് പറയുന്ന ഒരു അനുമതി കൊടുക്കുകയാണ്. മനസ്സിലാവുണ്ടോ? അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ കപ്പൽ ഇന്ത്യയിൽ വരികയാണ്. കപ്പലിന്റെ പേര് ഹെക്ടർ എന്നാണ്. ഏതാണ് കപ്പലിന്റെ പേര്? ഹെക്ടർ. അപ്പൊ ഒന്നും കൂടെ നമുക്ക് പറഞ്ഞാലോ. അതായത് 1600 നമ്മുടെ ലണ്ടനില് ഒരു 75 കച്ചവടക്കാർ ചേർന്ന് ഒരു കമ്പനി രൂപീകരിക്കുന്നു. ആ കമ്പനിക്ക് അവര് ജോൺ കമ്പനി എന്ന പേര് നൽകുന്നു. ആ കമ്പനി രൂപീകരിക്കാൻ കാരണമായ 75 കച്ചവടക്കാരുടെ കൂട്ടത്തെ അല്ലെങ്കിൽ സംഘത്തെ നമ്മൾ മെർച്ചന്റ് അഡ്വഞ്ചേഴ്സ് എന്ന് വിളിക്കുന്നു. അങ്ങനെ വേൾഡിലെ ആദ്യത്തെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി 1600 ഡിസംബർ 31 ലണ്ടനിൽ രൂപീകരിക്കുന്നു. അങ്ങനെ ഈ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്, അതായത് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. പക്ഷേ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ രൂപീകരണം നടക്കുന്നതിന് കമ്പനിയുടെ രൂപീകരണത്തിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ വ്യാപാരം ഇംഗ്ലീഷുകാർ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വ്യാപാരം നടത്തിയിരുന്ന വ്യക്തി, ആദ്യമായിട്ട് വ്യാപാരം നടത്തിയ വ്യക്തി ആരാണ്? ആ ഇംഗ്ലീഷുകാരൻ ആരാണ്? ജോൺ മിൽഡർ ഫോൾ ആണ്. ഇനി അന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച സമയത്ത് നമുക്ക് ഏഷ്യൻ അതായത് ആ കമ്പനിക്ക് അവർക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ വ്യാപാരം നൽകാനായിട്ട് അവിടുത്തെ രാജാവ് അല്ലെങ്കിൽ രാജ്ഞി അനുമതി കൊടുക്കണം. അന്നത്തെ രാജ്ഞി ആരായിരുന്നു? എലിസബത്ത് രാജ്ഞിയായിരുന്നു. എലിസബത്ത് രാജ്ഞിയുടെ ഭരണകാലത്ത് ഇംഗ്ലണ്ടിന്റെ സുവർണ കാലം എന്നാ വിളിക്കണേ. അപ്പൊ അവരെന്ത് ചെയ്തു? 15 വർഷത്തേക്ക് എന്താണ് അനുമതി കൊടുക്കുകയാണ് ഇവർക്ക് വ്യാപാരം നടത്താൻ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ. അതിനു വേണ്ടിയിട്ട് അവർ റോയൽ ചാർട്ടർ ഒക്കെ പുറപ്പെടുവിക്കുകയാണ്. അങ്ങനെ 15 വർഷത്തേക്ക് അനുമതി കൊടുത്ത് അവരുടെ പിന്നെ അടുത്ത് വന്ന ജെയിംസ് ഒന്നാമൻ ചാർട്ടറിന്റെ കാലാവധി അന്തിമമായിട്ട് നീട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ കപ്പലായ ഹെക്ടർ എന്ന് പറയുന്ന കപ്പലാണ് ആദ്യം വരുന്നത്. നമ്മളിപ്പോ വാസ്കോഡ ഗാമ വന്നതും കപ്പലുകൾ വന്നതും കപ്പൽ വ്യൂഹം വന്നതൊക്കെ പഠിച്ചു. അതുപോലെ തന്നെ ഇനി ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ എന്താ പറയാ, ഇംഗ്ലീഷുകാർ ഇന്ത്യയിലേക്ക് പോരുമ്പോ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് എലിസബത്ത് രാജ്ഞിയാണെങ്കിൽ ഇന്ത്യയിൽ അക്ബർ ആയിരുന്നു. ഇന്ത്യയിൽ ആരായിരുന്നു ചക്രവർത്തി? അപ്പൊ മുഗൾ ഭരണമായിരുന്നു നടന്നിരുന്നത്, അക്ബർ ചക്രവർത്തി ആയിരുന്നു എന്ന് മനസ്സിലാക്കുക.
പക്ഷെ അക്ബർ ചക്രവർത്തി അവർക്ക് കച്ചവടത്തിനൊന്നും അനുമതി കൊടുത്തില്ല. കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താനായിട്ട് അനുമതി നൽകിയത് മുഗൾ ഭരണാധികാരിയായ ജഹാംഗീർ ആണ്. നമുക്കറിയാം ജഹാംഗീറിന്റെ ആ സമയത്ത് ഹോക്കിൻസും അല്ലെ, അതുപോലെ തന്നെ തോമസ് റോയ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഭംഗിയായിട്ട് നമ്മൾ മെഡീവൽ ഇന്ത്യ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇന്ത്യയിലെ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ ഫാക്ടറി, അങ്ങനെ അവര് കമ്പനി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു, കപ്പൽ വ്യൂഹമൊക്കെ വന്നു. അങ്ങനെ ഇവിടെ അവരുടെ വ്യാപാര കുത്തക ഉറപ്പിക്കാൻ വേണ്ടി ഗുജറാത്തിലെ സൂററ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് 1608 ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിക്കുകയാണ്. ഓർക്കണം, നമ്മൾ ഓരോരുത്തരെയും ഫാക്ടറി പഠിക്കുമ്പോൾ തെറ്റാൻ പാടില്ല. അതായത് ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ ഫാക്ടറി 1608 ഇംഗ്ലീഷുകാർ സൂററ്റിൽ സ്ഥാപിക്കുന്നു. അതിനുശേഷം പിന്നെ മദ്രാസിലും ബോംബെയിലും കൽക്കത്തയിലും ഒക്കെ തന്നെ അവരുടെ ഫാക്ടറികൾ വരികയാണ്. അപ്പോൾ ഫസ്റ്റ് ഫാക്ടറി സൂററ്റ്, നെക്സ്റ്റ് വൺ മദ്രാസ്, തേർഡ് വൺ ബോംബെ, ഫോർത്ത് വൺ കൽക്കട്ട. അങ്ങനെ അവര് 4 ഫാക്ടറികൾ, അവരുടെ ഓർഡർ ആയിട്ടുള്ള 3-4 ഫാക്ടറികളെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ സൂററ്റിലാണ് ആദ്യം സ്ഥാപിക്കുന്നത്. സൂററ്റിൽ ആദ്യം കച്ചവടം നടത്തിയത് തോമസ് ഹാർഡ്വർത്ത് എന്ന് പറയുന്ന കച്ചവടക്കാരനാണ്. അല്ലെങ്കിൽ ഏത് ഇംഗ്ലീഷ് കച്ചവടക്കാരനാണ് അല്ലെങ്കിൽ സൂററ്റിൽ ആദ്യം എത്തി കച്ചവടം നടത്തിയത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തോമസ് തോമസ് ഹാർഡ്വർത്ത് ആണ് കേട്ടോ. ആ സമയത്ത് ബംഗാളിലെ നവാബ് സിറാജ് ഉദ്ദൗളയൊക്കെ ആയിരുന്നു. ഇന്ന് നമ്മൾ യുദ്ധങ്ങളെ കുറിച്ചും ബാറ്റിൽ ഓഫ് പ്ലാസി അങ്ങനെയുള്ളതൊക്കെ പഠിക്കും നമ്മൾ. അങ്ങനെ സിറാജ് ഉദ്ദൗള നവാബായ സമയത്ത് തോമസ് ഹാർഡ്വർത്ത് വന്ന് ആദ്യമായിട്ട് സൂററ്റിലൊരു കച്ചവടം നടത്തുകയാണ് കേട്ടോ. ഇനി ബ്രിട്ടീഷുകാര് മദ്രാസില് അവർക്ക് വേണ്ടി കച്ചവടത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരു കോട്ടയം സ്ഥാപിക്കേണ്ടായി, സെന്റ് ജോർജ് കോട്ട. ഏതാണ് കോട്ടയുടെ പേര്? സെന്റ് ജോർജ് കോട്ട എന്നാണ് കോട്ടയുടെ പേര്. അങ്ങനെ ബ്രിട്ടീഷുകാരെ നമ്മുടെ ഇവിടെ ആധിപത്യം സ്ഥാപിക്കുകയാണ്. അപ്പൊ അവർക്ക് സൗത്ത് ഇന്ത്യയിലും ആധിപത്യം സ്ഥാപിക്കണം, നമ്മുടെ ഭാഗങ്ങളിലും. അന്ന് എന്താ പറയാ, മലബാർ പ്രദേശം എന്നൊക്കെ പറയും. അതായത് നമ്മൾ കേരളം പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലെ, കേരളം പണ്ട് 3 ഭൂവിഭാഗങ്ങളായിരുന്നു. ഏതൊക്കെയായിരുന്നു? തിരുവിതാംകൂർ, കൊച്ചി, മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലുണ്ടായിരുന്ന മലബാർ, അങ്ങനെ 3 പറഞ്ഞു. ആ മലബാർ പ്രദേശമൊക്കെ അന്ന് മൈസൂർ സുൽത്താൻമാരുടെ കയ്യിലായിരുന്നു. അപ്പൊ സൗത്ത് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർക്ക് എന്താ പറയാ, ആധിപത്യം സ്ഥാപിക്കാൻ പറ്റാണ്ടിരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ശക്തരായിട്ടുള്ള മൈസൂർ സുൽത്താൻമാരായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ മൈസൂർ സുൽത്താൻമാരുമായിട്ട് ബ്രിട്ടീഷുകാരും മൈസൂർ സുൽത്താൻമാരും നടന്ന യുദ്ധത്തെയാണ് നമ്മൾ മൈസൂർ യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട 4 മൈസൂർ യുദ്ധങ്ങൾ നടക്കുകയാണ്. ആ മൈസൂർ യുദ്ധം കൂടെ നമുക്ക് ഇന്നീ ക്ലാസ്സിൽ പഠിക്കാം. അങ്ങനെ ആദ്യത്തെ മൈസൂർ യുദ്ധം 1767 1769 കാലഘട്ടത്തിലാണ് നടക്കുന്നത്. മൈസൂരിലെ പ്രബലരായിട്ടുള്ള 2 സുൽത്താൻമാര്, ഒന്ന് ഹൈദരാലിയും അടുത്തത് ടിപ്പു സുൽത്താനുമായിരുന്നു. അപ്പൊ 1767-69 കാലത്ത് ബ്രിട്ടീഷുകാരും ഹൈദരാലിയും തമ്മിലാണ് ആദ്യത്തെ യുദ്ധം നടക്കുന്നത്. അതിനെയാണ് നമ്മൾ 1-ാം മൈസൂർ യുദ്ധം എന്ന് വിളിക്കുന്നത്. 1-ാം മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ ഹൈദരാലി പരാജിതനാക്കുകയാണ് കേട്ടോ. അപ്പൊ ബ്രിട്ടീഷുകാർ അവിടെ തോൽക്കുമ്പോൾ നമുക്കറിയാം, പരാജയം നേരിടേണ്ടി വരുമ്പോൾ അവരൊരു ഉടമ്പടിയൊക്കെ ഉണ്ടാക്കും. ആ ഉടമ്പടിയുടെ പേര് മദ്രാസ് ഉടമ്പടി എന്നാണ്. അപ്പോൾ 1-ാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി മൈസൂർ ഉടമ്പടി. 1-ാം മൈസൂർ യുദ്ധം 1767-69 കാലഘട്ടത്തിൽ നടന്നു. ബ്രിട്ടീഷുകാരും മൈസൂർ സുൽത്താനുമായിട്ട് നടന്നു. മൈസൂർ സുൽത്താൻ എന്ന ആരായിരുന്നു? ഹൈദരാലി ആയിരുന്നു എന്ന് ഓർത്തു വെക്കണം. അടുത്തത് 2-ാമത്തെ മൈസൂർ യുദ്ധം വരെയാണ്. അത് 1780-84 കാലയളവിലാണ്. 1780 മുതൽ 84 വരെയുള്ള കാലയളവിൽ നടന്ന യുദ്ധത്തെയാണ് 2-ാം മൈസൂർ യുദ്ധം എന്ന് പറയുന്നത്. ശരിക്കും 2-ാം മൈസൂർ യുദ്ധത്തിന് 2 ഘട്ടമുണ്ട്. ഫസ്റ്റ് ഘട്ടത്തിൽ ഹൈദരാലി ആണ് അത് എന്താ പറയാ ലീഡ് ചെയ്യണത്. ഹൈദരാലി 1782 മരിക്കുമ്പോൾ അടുത്ത ഭരണാധികാരിയായ ടിപ്പു സുൽത്താൻ അവിടെ നേതൃത്വ സ്ഥാനത്ത് വരികയാണ്. അങ്ങനെ ബ്രിട്ടീഷുകാരെ അപ്പൊ നമ്മൾ പറഞ്ഞു 2-ാം മൈസൂർ യുദ്ധം വന്നു 1780-84 കാലയളവിലാണ് വന്നത്. അപ്പൊ അങ്ങനെ ഒരു മൈസൂർ യുദ്ധം വരണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും അല്ലേ? അങ്ങനെ 2-ാം മൈസൂർ യുദ്ധത്തിന്റെ കാരണം ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ്, അവർക്ക് ഒരു പ്രബല ശക്തികളായിരുന്നു. അപ്പൊ അവിടെ അവർക്ക് എന്തൊരു ഒരു കുത്തകയൊന്നും ഉണ്ടാക്കാൻ പറ്റണില്ല, അതുകൊണ്ട് അവർ യുദ്ധത്തിന് വരികയാണ്. രണ്ടാമത്തെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2-ാമത്തെ മൈസൂർ യുദ്ധത്തിന്റെ കാരണം ബ്രിട്ടീഷുകാർ മാഹി ആക്രമിച്ചു. മാഹി ആക്രമിച്ചത് ആർക്കും ഇഷ്ടമായില്ല? മൈസൂർ സുൽത്താൻമാർക്ക് ഇഷ്ടമായില്ല. അങ്ങനെയാണ് 2-ാമത്തെ എന്തുണ്ടാവാൻ കാരണം,
മൈസൂർ യുദ്ധം ഉണ്ടാവാൻ കാരണം കേട്ടോ. ഇനി ബ്രിട്ടീഷ് ഗവർണർ ജനറലായ വാറൽ ഹേസ്റ്റിംഗ് ആയിരുന്നു ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹേസ്റ്റിങ്ങും ഹൈദരാലിയും തമ്മിൽ ആദ്യത്തെ യുദ്ധമൊക്കെ നടത്തി. ആ യുദ്ധത്തില്, മൈസൂർ യുദ്ധത്തിൽ ഹൈദരാലി ഇംഗ്ലീഷ് പ്രദേശമായ ആർക്കോട്ട് പിടിച്ചെടുക്കുകയാണ്. ഇംഗ്ലീഷ് പ്രദേശമായിട്ടുള്ള ആർക്കോട്ട് പിടിച്ചെടുത്തു. അതിനുശേഷം ഹൈദരാലി മരിക്കുകയാണ്. ഹൈദരാലി മരിച്ചപ്പോൾ രണ്ടാമത് പിന്നെ അവരുമായിട്ട് യുദ്ധത്തിന് ഏർപ്പെടുന്നത് ആരാണ്? ടിപ്പു സുൽത്താനാണ്. യുദ്ധം 84 അവസാനിക്കുന്നു ഒരു ഉടമ്പടിയോടുകൂടി. മംഗലാപുരം ഉടമ്പടി എന്നാണ് അതിന്റെ പേര്. എന്താണ്? മംഗലാപുരം ഉടമ്പടി എന്നാണ് അതിന്റെ പേര് കേട്ടോ. ഇനി അടുത്തത്, അപ്പോ നമ്മൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ് രണ്ട് യുദ്ധങ്ങൾ. ഫസ്റ്റ് മൈസൂർ യുദ്ധം 1767 69 ഇംഗ്ലീഷുകാരും ഹൈദരാലിയും തമ്മിലായിരുന്നു. ഉടമ്പടി മദ്രാസ് ഉടമ്പടിയാണ്. ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ പരാജയപ്പെടുകയാണ്. രണ്ടാം മൈസൂർ യുദ്ധം 80 84 കാലയളവിലാണ്. അതിലെ തുടക്കം ആദ്യത്തെ ഘട്ടത്തിൽ ഹൈദരാലിയും രണ്ടാമത്തെ ഘട്ടത്തിൽ ടിപ്പു ആയിരുന്നു. ഹൈദരാലി വാറൻ ഹേസ്റ്റിംഗിന്റെ കയ്യിൽ നിന്ന് അവരുടെ പ്രദേശമായിട്ടുള്ള ആർക്കോട്ടൊക്കെ പിടിച്ചെടുത്തു. പക്ഷെ 1782 ഹൈദരാലി മരിക്കുമ്പോൾ ടിപ്പു അത് ഏറ്റെടുക്കുകയാണ്, ആ യുദ്ധത്തിന്റെ നേതൃത്വ സ്ഥാനം. അതിനുശേഷം അതിന്റെ ഒരു കാരണം ഉണ്ട് കേട്ടോ യുദ്ധം ഉണ്ടാവാൻ. അത് നമ്മൾ പറഞ്ഞു, ബ്രിട്ടീഷുകാർ മാഹി ആക്രമിച്ചതാണ്. മംഗലാപുരം ഉടമ്പടിയോടുകൂടി രണ്ടാം മൈസൂർ യുദ്ധം അവസാനിക്കുകയാണ്. ക്ലിയർ ആയാലോ? ഇനി മൂന്നാമത്തെ വരിയാണ് മൂന്നാം മൈസൂർ യുദ്ധം. 1790 1792 കാലയളവാണ് എന്ത്? മൂന്നാം മൈസൂർ യുദ്ധം നടക്കുന്നത്. 1790 1792 കാലയളവിലാണ് എന്ത് നടക്കുന്നത്? മൂന്നാം മൈസൂർ യുദ്ധം നടക്കുന്നത്. എന്താണ് കാരണം? ടിപ്പു തിരുവിതാംകൂർ ആക്രമിക്കുകയാണ്. അപ്പൊ ടിപ്പുവിന്റെ തിരുവിതാംകൂർ ആക്രമണമാണ് മൂന്നാം മൈസൂർ യുദ്ധത്തിന് കാരണം. എന്താണ്? ടിപ്പുവിന്റെ തിരുവിതാംകൂർ ആക്രമണമാണ് മൂന്നാം മൈസൂർ യുദ്ധത്തിന് കാരണം. ഇനി അടുത്തത് പ്രധാനപ്പെട്ട കാരണം പറയുന്നത് ഉടമ്പടി. എന്താ ഉടമ്പടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീരംഗപട്ടണം സന്ധി. അതായത് ഈ യുദ്ധം അവസാനിക്കുകയാണ്. യുദ്ധം അവസാനിക്കുന്നത് ശ്രീരംഗപട്ടണം സന്ധി പ്രകാരമാണ്. ടിപ്പുവും അതുപോലെ തന്നെ കോൺവാലിസും, ബ്രിട്ടീഷുകാരനായ കോൺവാലിസും തമ്മിലായിരുന്നു മൂന്നാമത്തെ യുദ്ധം ഉണ്ടായിരുന്നത്. ഈ ശ്രീരംഗപട്ടണം സന്ധിയോടുകൂടി എന്തുണ്ടായി? ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിക്കാൻ കാരണമായി. അപ്പൊ ശ്രീരംഗപട്ടണം സന്ധി, ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിക്കാൻ കാരണമായ സന്ധി ശ്രീരംഗപട്ടണം സന്ധി. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷം 1792. ശ്രീരംഗപട്ടണം സന്ധി ഏത് മൈസൂർ യുദ്ധവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? മൂന്നാമത്തെ മൈസൂർ യുദ്ധം. ആരൊക്കെ തമ്മിലായിരുന്നു ശ്രീരംഗപട്ടണം സന്ധി? മൈസൂർ സുൽത്താനായിരുന്ന ടിപ്പു സുൽത്താനും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരനായിരുന്ന കോൺവാലിസ് പ്രഭുവും തമ്മിലായിരുന്നു എന്ത് നടന്നത്? മൂന്നാം മൈസൂർ യുദ്ധം നടന്നത്. ക്ലിയർ ആയല്ലോ? 1790 92 കാലയളവില് ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധത്തെയാണ് നമ്മൾ മൂന്നാം മൈസൂർ യുദ്ധം എന്ന് പറയുന്നത്. ടിപ്പുവിന്റെ തിരുവിതാംകൂർ ആക്രമണം അവരെ ഇത്തിരി ചൊടിപ്പിച്ചു ബ്രിട്ടീഷുകാരെ. അതാണ് ഈ മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ കാരണമായിട്ട് പറയുന്നത്. ഇനി ബ്രിട്ടീഷുകാര് എങ്ങനെയായാലും ടിപ്പുവിനെ പരാജിതരാക്കുകയാണ് ബ്രിട്ടീഷുകാര്. അങ്ങനെ ഒരു ശ്രീരംഗപട്ടണം സന്ധി അവർ ഒപ്പുവെപ്പിക്കുകയാണ്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമാവുകയാണ്. ഏത്? ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ചത് ടിപ്പു സുൽത്താനും കോൺവാലിസ് പ്രഭുവുമാണ് എന്ന് ഓർത്തുവെക്കുക. അടുത്തത് നാലാം മൈസൂർ യുദ്ധം നടക്കുകയാണ്. 1799 നാലാം മൈസൂർ യുദ്ധം. നാലാം മൈസൂർ യുദ്ധം വെല്ലസ്ലിയാണ് ബ്രിട്ടീഷുകാരെ നയിച്ചത്. വെല്ലസ്ലിയാണ്. ആരാണ്? വെല്ലസ്ലിയാണ്. ബ്രിട്ടീഷുകാരെ മൈസൂർ പൂർണ്ണമായിട്ടും പിടിച്ചെടുക്കുകയാണ്. നേരത്തെ മലബാർ ലഭിക്കാൻ കാരണമായിട്ടുള്ളത് ഏതാണ്? ശ്രീരംഗപട്ടണം സന്ധിയാണ്. ഇനി ടിപ്പു മരിക്കാൻ കാരണമായിട്ടുള്ള യുദ്ധം ഏതാണ്? നാലാം മൈസൂർ യുദ്ധമാണ്. അപ്പോ ടിപ്പു നേരത്തെ പരാജിതനായി, മലബാർ ബ്രിട്ടീഷുകാർക്ക് കൊടുത്തു മൂന്നാമത്തെ മൈസൂർ യുദ്ധത്തില്. പക്ഷെ നാലാം മൈസൂർ യുദ്ധത്തിൽ 1799 മെയ് 4 ടിപ്പു സുൽത്താൻ മരിക്കുകയാണ്. വർഷം ഓർക്കണം, 1799 മെയ് 4 ടിപ്പു മരിക്കാൻ കാരണമായ യുദ്ധം നാലാം മൈസൂർ യുദ്ധമാണ്. അങ്ങനെ വെല്ലസ്ലി ആയിരുന്നു അന്ന്, ആർത്തർ വെല്ലസ്ലി. അദ്ദേഹമായിരുന്നു ബ്രിട്ടീഷുകാരുടെ മേധാവിയായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ടിപ്പു മരിക്കുന്നതോടുകൂടി പിന്നെ നേതാവ് ഇല്ലാണ്ടാവുകയാണ്. അങ്ങനെ ബ്രിട്ടീഷുകാർ പൂർണ്ണമായിട്ടും മൈസൂര് കീഴടക്കുകയാണ് കേട്ടോ. മൈസൂർ കടുവ എന്നൊക്കെയാണ് ടിപ്പു സുൽത്താൻ അറിയപ്പെട്ടിരുന്നത്. നമ്മൾ ആ ഹിസ്റ്ററി പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അവിടെ പറയും. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ 1 2 3 4 യുദ്ധങ്ങളാണ് മൈസൂർ യുദ്ധങ്ങൾ. 1767 69 കാലഘട്ടത്തിൽ ആണ് ഒന്നാം മൈസൂർ യുദ്ധം തുടങ്ങിയത്. ഹൈദരാലിയാണ്, അവസാനിപ്പിച്ചത് ടിപ്പു സുൽത്താനാണ്. ഉടമ്പടി മദ്രാസ് ഉടമ്പടിയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഒന്നാമത്തത് മദ്രാസ് ഉടമ്പടിയാണ്.
സോറി 1767-69 കാലഘട്ടത്തിലാണ് ഒന്നാം മൈസൂർ യുദ്ധം നടക്കുന്നത്. ആ മൈസൂർ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ഹൈദരാലിയും ഇംഗ്ലീഷുകാരും തമ്മിലായിരുന്നു. മദ്രാസ് ഉടമ്പടിയാണ് ബ്രിട്ടീഷുകാരെ ഹൈദരാലി പൂർണ്ണമായിട്ടും പരാജയപ്പെടുത്തുന്നു. രണ്ടാം മൈസൂർ യുദ്ധത്തിലാണ് ആദ്യത്തെ ഘട്ടത്തില് ഹൈദരാലിയും, രണ്ടാമത്തെ ഘട്ടത്തിൽ ആരും വരുന്നത്? ടിപ്പു സുൽത്താനും വരുന്നത്. ആദ്യം ഹൈദരാലി ആർക്കോട്ടൊക്കെ പിടിച്ച് കീഴടക്കി. പക്ഷെ അദ്ദേഹത്തിന് അവിടെ എന്താ പറയാ തോൽവി തന്നെ ഉണ്ടായേ. അദ്ദേഹം 1782 മരണപ്പെടുകയാണ്. അതിനുശേഷം ടിപ്പു സുൽത്താൻ നേതൃത്വ സ്ഥാനത്ത് വരികയാണ്. അങ്ങനെ രണ്ടാം മൈസൂർ യുദ്ധം മംഗലാപുരം ഉടമ്പടിയോടുകൂടി അവസാനിക്കുകയാണ്. കാരണം നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാർ മാഹി ആക്രമിച്ചു. മൂന്നാം മൈസൂർ ആയപ്പോ ടിപ്പു സുൽത്താൻ തിരുവിതാംകൂർ ആക്രമിച്ചത് ബ്രിട്ടീഷുകാർക്ക് പിടിച്ചില്ല. അപ്പൊ ടിപ്പു സുൽത്താനും അതുപോലെ തന്നെ കോൺവാലീസ് പ്രഭുവുമായിട്ട് മൂന്നാം മൈസൂർ യുദ്ധം നടക്കുകയാണ്. അവിടെ ടിപ്പുവിന് പരാജിതനാവേണ്ടി വന്നു. ശ്രീരംഗപട്ടണം സന്ധി 1792 ഒപ്പുവെച്ച് മലബാർ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു. ഇനി അടുത്തത് നാലാം മൈസൂർ യുദ്ധം ടിപ്പു സുൽത്താനും വെല്ലസ്ലിയും തമ്മിലാണ് നടന്നത്. 1799 ടിപ്പു നല്ല ശക്തനായിട്ട് പിടിച്ചു നിൽക്കുക തന്നെ ഉണ്ടായി. പക്ഷെ 1799 മെയ് 4 അദ്ദേഹം മരണപ്പെടുകയാണ്. അപ്പൊ അതോടുകൂടി ബ്രിട്ടീഷുകാർക്ക് പൂർണ്ണമായിട്ടും എന്ത് ലഭിക്കുകയാണ്? മൈസൂർ എന്ന് പറയുന്ന പ്രദേശം ലഭിക്കുകയാണ്. അപ്പൊ മൈസൂർ സൗത്ത് ഇന്ത്യയിലെ വളരെ പ്രബല ശക്തിയായ മൈസൂർ പ്രദേശം കീഴടക്കാൻ വേണ്ടി സൗത്ത് ഇന്ത്യയിൽ ഭരിച്ചിരുന്ന മൈസൂർ സുൽത്താൻമാരും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന 4 മൈസൂർ യുദ്ധങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അങ്ങനെ അതോടുകൂടി ബ്രിട്ടീഷുകാരുടെ എന്താ പറയുന്നത് ഒരുവിധം കുറേയധികം ഭാഗങ്ങളുടെ പിടിച്ചടക്കൽ നമ്മൾ പഠിച്ചു. ഇനി ഓരോന്നും, അതായത് ബ്രിട്ടീഷുകാർ നടത്തിയ ഇരുട്ടറ ദുരന്തവും അതുപോലെ തന്നെ പ്ലാസി യുദ്ധവും ബക്സർ യുദ്ധവും അങ്ങനെയൊക്കെ ബ്രിട്ടീഷുകാരുടെ എന്താ പറയുന്നത് മേൽക്കോയ്മ ഇവിടെ അംഗീകരിച്ചുകൊണ്ട് ഗവർണർ ജനറൽമാരും ഒക്കെ കുറച്ചും കൂടി ശക്തമാവുന്ന ഘട്ടത്തിലേക്കാണ്, അടുത്ത ഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അടുത്ത ഘട്ടത്തില് ബ്രിട്ടീഷുകാരും നമ്മുടെ ഇന്ത്യക്കാരും തമ്മിൽ നടന്ന പ്രധാനപ്പെട്ട കുറെ കലാപങ്ങൾ അല്ലെങ്കിൽ യുദ്ധങ്ങളെ കുറിച്ചാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ ഒന്ന് നിങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അടുത്ത ദിവസം നമ്മൾ ഇതുപോലെ തന്നെ ഒരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം കേട്ടോ.